ആദ്യം വന്ന് കിടക്കും. അപ്പൻ്റെ മോഡാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് വന്ന് കിടക്കും കൺട്രോൾ. അപ്പൊ ഇവിടെ നിന്നായിരിക്കും അപ്പൻ്റെ മോഡാണെങ്കിൽ പിന്നെ താഴോട്ടായിരിക്കും വരുന്നത്. അതായത് ഇത്രയും കഴിഞ്ഞിട്ട് അതിന് താഴോട്ടായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈറ്റ് മോഡോ അല്ലെങ്കിൽ റീഡ് മോഡോ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ സംഗതി വന്ന് കിടക്കുന്നത്. ഒരു തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടറാണ് റീഡ് ചെയ്യുന്നത്, ഇങ്ങനെ പോയി വരും. അപ്പൊ ഇതിനെ നമുക്ക് സീക്ക് ചെയ്ത് ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ കൊണ്ടുവരാനായിട്ടാണ് സീക്ക് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സീക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ കൊണ്ടുപോകാനാണ്. അപ്പൊ സാധാരണ നമുക്കറിയാം, ദിസ് ഈസ് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഫയല് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഫയല് നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അഡ്രസ് സ്റ്റോർ ചെയ്യാനായിട്ട് പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിലോട്ട് നമ്മുടെ ടെക്സ്റ്റ് ഡോട്ട് txt എടുത്ത് വെച്ചു, എടുത്ത് വെച്ചു. റൈറ്റ് മോഡിലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ഡോട്ട് txt ഇവിടെ കിടപ്പുണ്ട്. ടെക്സ്റ്റ് ഡോട്ട് txt കിടക്കുന്നുണ്ട്. അപ്പൊ ദിസ് മോർണിംഗ് ഇവിടെ ഒന്നും ഇട്ടില്ല ആദ്യം. ആദ്യം എഫ് പ്രിന്റ് ഓഫ് ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യും. ഫയലിനെ ഓപ്പൺ ചെയ്തു. എങ്ങനെ? എഫ് ഓപ്പൺ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. റൈറ്റ് മോഡിലാണ് ഓപ്പൺ ചെയ്തത്. റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുമ്പം ഇതിന്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. കാരണം റൈറ്റ് മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്തുണ്ടാവും, അത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് ചെയ്യണമെന്നില്ല. എന്നിട്ട് അത് ഓപ്പൺ ആവില്ല, അത് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് കനോട്ട് ഓപ്പൺ ദ ഫയൽ. ഓപ്പൺ ആവാൻ പറ്റിയില്ലെങ്കിൽ, അതായത് റൈറ്റ് txt എന്ന് പറഞ്ഞ ഫയൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഓപ്പൺ ആയില്ലെങ്കിൽ, ചിലപ്പോൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആവാത്ത. ഓപ്പൺ ആയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളിത് നൾ പോയിന്റർ എന്ന് പറഞ്ഞ് കാണിക്കും. നൾ പോയിന്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എന്ത് ചെയ്യും? നൾ പോയിന്റർ കറക്റ്റ് ആണെങ്കിൽ, അതായത് ഇപ്പം ഈ ഫയൽ ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ കനോട്ട് ഓപ്പൺ ദ ഫയൽ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓപ്പൺ ആയെങ്കിൽ ഇഫിനകത്തുള്ള എക്സിക്യൂട്ട് ചെയ്യില്ല. കനോട്ട് ഓപ്പൺ ദ ഫയൽ പറഞ്ഞിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എക്സിറ്റ് ആവും, മെയിൻ ഫംഗ്ഷൻ ഒന്ന് എക്സിറ്റ് ആവും. ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുവാണ് നമ്മൾ. ഇത് മാത്രമായിരുന്നു നമ്മൾ ചെയ്തതെങ്കിൽ, ഇപ്പം ടെസ്റ്റ് ഔട്ട് എന്നതിനകത്ത് ഒന്നുമില്ല. അത് മാത്രമാണ് നമ്മൾ ഫുഡ്സ് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടെക്സ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. ടെക്സ്റ്റ് ചെയ്താലും ഒരു കാര്യമില്ല. മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ റൺ ചെയ്യും. ഈ ഒരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുന്നത്. ടെക്സ്റ്റ് ഫയലിനകത്ത് ഒന്നും ഇല്ല ഇപ്പോഴും. ആയില്ലേ? ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് നമ്മുടെ ടെസ്റ്റിനകത്ത് പ്രിന്റ് ആവും. ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. അപ്പോൾ ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആകുമ്പോൾ നമ്മുടെ കഴ്സർ ഇവിടെ വരും. ഇവിടെ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങി ഇവിടെ വന്നായിരിക്കും കിടക്കുന്നത്. ഇനി അടുത്ത തവണ നമ്മൾ ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് അടിക്കുവാണെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ആയിരിക്കും പ്രിന്റ് ആവുന്നത്, അതിന്റെ മുകളിലൂടെ ആയിരിക്കില്ല പ്രിന്റ് ആവുന്നത്. അപ്പൊ എക്സീക്ക് എന്ന് പറഞ്ഞാൽ ഈ സംഗതിനെ ഇങ്ങോട്ടോ വലത്തോട്ടോ മാറ്റാനായിട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് പ്രിന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ്സിക്ക് യൂസ് ചെയ്യുന്നത്. ആവുന്നില്ല. എഫ്സിക്ക് എന്ന് പറയുന്ന ഓപ്പറേഷൻ അങ്ങനെ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പൊ അതിന് തന്നെ 3 മോഡ്സ് ഉണ്ട്. എഫ്സിക്കിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഈ രീതിയിലാണ് വരുന്നത്. എഫ്സിക്കിന്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിന്റെ ഇന്റേണൽ വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യം നമുക്ക് വരത്തില്ല.
ഇങ്ങോട്ടാണ് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് കാണിക്കുന്നതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇത് ഫയൽ സ്ട്രീം ആണ്. ആദ്യം നമ്മൾ ഏതാണോ പോയിന്റർ, അതായത് ആ പോയിന്റർ എന്താണ്, FPയിലാണോ FS ആണോ ഏത് പോയിന്ററിലാണോ ഫയൽ ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഫയൽ പോയിന്റർ ഫസ്റ്റ് ആർഗ്യുമെന്റ്. സെക്കൻഡ് ആർഗ്യുമെന്റ് എത്രയാണ്, എങ്ങോട്ടാണ് സീക്ക് ചെയ്യേണ്ടത്, എത്ര നമ്പറാണ് സീക്ക് ചെയ്യേണ്ടത്, അതായത് 2 വാല്യൂ ആണോ സീക്ക് ചെയ്യേണ്ടത് അതോ 10 വാല്യൂ ആണോ സീക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള തീരുമാനിക്കുന്നതിനെയാണ് ഈ രണ്ടാമത്തെ എന്താണ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് വെൻസ് എന്ന് പറയുന്ന സാധനമാണ്. അത് തന്നെ 3 ഉണ്ട്: സീക്ക് സെറ്റ്, സീക്ക് കർ, സീക്ക് എൻഡ്. ഇത് ലാസ്റ്റ് ഉള്ള സംഭവം സീക്ക് സെറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ തുടക്കത്തിൽ നിന്ന് എത്ര മൂവ് ചെയ്യണം. അപ്പൊ നമ്മുടെ ലോങ് ഓപ്സെറ്റ് എന്ന് പോസിറ്റീവ് ആയിരിക്കണം. തുടക്കത്തിൽ നിന്ന് എത്ര ഫ്രണ്ടിലോട്ട് പോകണം. അതായത് നമുക്കിപ്പോ ഇതാണ് നമ്മുടെ ഫയൽ സ്ട്രീം എന്ന് വിചാരിക്കും. ഇതാണ് നമ്മുടെ ഫയൽ സ്ട്രീം. നമ്മുടെ എന്ന് വന്നു ഇവിടെയായിരുന്നു നമ്മുടെ കൺട്രോൾ നിൽക്കുന്നത് റീഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഫസ്റ്റ് സാധനം റീഡ് ചെയ്യണ്ട. അപ്പൊ ഇത്രയും നമ്പേഴ്സ് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ വെച്ച് ഇവിടെ കഴ്സറിനെ കൊണ്ടുവന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്താൽ മതി. അപ്പൊ അതിനെയാണ് നമ്മൾ FCക്ക് കറന്റ് സെറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ നിന്ന് എത്ര പിറകിലോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് FCക്ക് എൻഡ്. കറന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, അവിടെ നിന്ന് എത്ര ഫ്രണ്ടിലോട്ടോ പിറകിലോട്ടോ പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് കറന്റ്. അവിടെ എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡിയോ കോഡ് പ്രശ്നമുണ്ട്. ചെയ്ത് കാണിച്ചു തന്നാൽ അത് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് കാണിച്ചു തന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ FCക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ. പിന്നെ FRE വൈൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. FRE വൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FRE വൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോള് ആ ടെസ്റ്റ് റീഡ് ചെയ്യുന്ന ആ ഫയൽ ഉണ്ടല്ലോ, അത് ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവരും. എവിടെയെങ്കിലും കിടന്നോട്ടെ, എവിടെ കിടക്കുന്ന പോയിന്ററിനെ ഏറ്റവും ഫസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റീവൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത്. റീവൈൻഡ്, റീവൈൻഡ് അല്ല, റീവൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. റീവൈൻഡ് ഇല്ല, ഇല്ല, റീവൈൻഡ് മാത്രമേ ഉള്ളൂ. റീവൈൻഡ് FP. അതായത് നമ്മൾ ലോഡ് ചെയ്യുന്നത്, ഇവിടെ ചെയ്യുന്നത് ഫയലിലോട്ട് ലോഡ് ചെയ്യും. ടെസ്റ്റ് ഫയൽ റീഡ് മോഡിലാണ് ലോഡ് ചെയ്യുന്നത്. FPയിലോട്ട് റീഡ് മോഡിൽ ലോഡ് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഒറ്റയടിക്ക് ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ വൈൽ ലൂപ്പിനകത്ത് വൈൽ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതിനകത്ത് C = F get C, ഇഫ് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ കൊടുത്താലും കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതേ സാധനം നമുക്ക് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഇതേ സാധനം നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യണമെങ്കിൽ റീവൈൻഡ് കൊടുക്കണം. കാരണം കൺട്രോൾ ഫസ്റ്റ് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് രണ്ടാമത് വീണ്ടും അതിനൊന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഫയലോ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവമോ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതായത് സ്ട്രിങ്ങിനെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട്, ഒരു ഫയലിനകത്ത് വരുന്ന സ്ട്രിങ്ങിനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുമെങ്കിൽ നമ്മൾ റൈൻഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ റീവൈൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും താഴെയുള്ള, അതായത് ഏറ്റവും ആദ്യം കൊണ്ടുവരിക എന്നതാണ് അതിന്റെ ലക്ഷ്യം. നമുക്ക് FCക്കിലോട്ടൊന്ന് പോവാം. അതാണ് റീബൈൻഡ് എന്ന് പറയുന്ന സംഗതി. റീബൈൻഡിന് വരെ നമുക്ക് FCക്ക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. സിക്ക് എന്താണ് ഓഫ്സെറ്റ്, അങ്ങനെ ഏറ്റവും തുടക്കത്തിൽ 0 എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് മാത്രമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫയൽ മാത്രം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഭയങ്കര സ്ലോ ആണ് കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ TST ഫയല്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യുന്നുണ്ട്, റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫയലിനകത്ത് ഒന്നും ഇല്ലായിരുന്നു ആദ്യം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാണോ എക്സിക്യൂട്ട് ആയത്? റൈറ്റ് മോഡ്.
ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി. നമ്മൾ ചെയ്തത് ജസ്റ്റ് ഓപ്പൺ ചെയ്തു, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു, ഫയലിനെ നമ്മൾ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇത് വേണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ അത് റൈറ്റ് മോഡ് ആയതുകൊണ്ട് നമുക്ക് അത് നൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം റൈറ്റ് മോഡ് ആകുമ്പോൾ എന്തായാലും ഓപ്പൺ ആയിക്കോളും. എന്നിട്ട് എഫ് പുട്സ് ദിസ് ഈസ് മോർണിംഗ് കോമ എഫ് പി, അങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രിങ്ങിനെ, ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ അതിനകത്ത് പുട്ട് ചെയ്തു. അപ്പൊ എഫ് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ ഫയലിനകത്ത് പ്രിന്റ് ചെയ്യും. നമുക്ക് ഇതിനെ നമുക്ക് സീക്ക് ചെയ്തിട്ട് ഈ മോർണിംഗ്, അപ്പൊ ഇവിടെ എഫ് പ്രിന്റ് എന്ന് പറഞ്ഞ നമുക്ക് പ്രിന്റ് ചെയ്തു. ഈ മോർണിംഗ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ മോർണിംഗ് എന്ന് പറയുന്നതിനെ മാറ്റിയിട്ട് ആഫ്റ്റർനൂൺ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? അപ്പൊ ഈ നമ്മുടെ കൺട്രോൾ ഇവിടെയാണുള്ളത്. 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. 9 എങ്ങനെ ഒന്നും അറിയത്തില്ല, 9 എണ്ണം ഉണ്ട്. മൊത്തം 9 എണ്ണം ബാക്കിലോട്ട് സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോർണിംഗ് ഉൾപ്പെടെ, ഇപ്പൊ നമ്മളിപ്പോ 7 സീക്ക് ചെയ്തതെങ്കിൽ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പൊ ഇതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ദിസ് ഈസ് മോർണിംഗ് എന്നതിന് പകരം ദിസ് ഈസ് ആഫ്റ്റർനൂൺ എന്നായിരിക്കും വരുന്നത്. എക്സിക്യൂട്ട് ആയിട്ടില്ല. എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ദിസ് ഈസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. അതായത് നമ്മൾ എൻഡിൽ നിന്ന് 9 ലെഫ്റ്റിലോട്ട് നീക്കിയിട്ട് പ്രിന്റ് ചെയ്തു. ആദ്യം ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കഴ്സർ ഈ സൈഡിൽ വരും. ഈ സൈഡിൽ വന്നിട്ട് എന്താണ് ഇത് ഒരിക്കൽ തോന്നുന്നു -1 ഉൾപ്പെടെ, അതായത് എൻഡ് ഓഫ് ഫയൽ ഉൾപ്പെടെ ഉള്ള സീക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഒരു കാര്യം ആൾറെഡി ആ ഫയലിനകത്ത്, നമ്മുടെ റാമിനകത്ത് കിടക്കുന്ന ഫയലാണ്, റാമിനകത്താണ് ആ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അത് പ്രിന്റ് ചെയ്ത് അതിനെ ഇങ്ങോട്ട് സീക്ക് ചെയ്തിട്ട് ഇവിടെ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. നമ്മൾ റൈറ്റിലോട്ടാണ് സീക്ക് ചെയ്തതെങ്കിൽ, 9 റൈറ്റിലോട്ടാണ് സീക്ക് ചെയ്തതെങ്കിൽ എങ്ങനെയായിരിക്കും വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ എന്താ പറ്റിയത്? എൻഡിൽ നിന്ന് പിന്നെയും 9 റൈറ്റിലോട്ടാണ് നീക്കിയത്. എൻഡിൽ നിന്ന് പിന്നെയും 9 റൈറ്റിലോട്ടാണ് നീക്കിയത്. അങ്ങനെയാണ് നമ്മൾ നീക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് 1 2 3 4 5 6 7 8 9. ദിസ് ഈസ് മോർണിംഗ് കഴിഞ്ഞ് 9 എണ്ണം കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. ആ രീതിയിൽ വരും. അപ്പൊ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് മാറിയിട്ട് അവിടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പൊ സീക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് എത്ര. ഇത് ഒരു -14 ആയിരുന്നെങ്കിൽ ഇതല്ലല്ലോ, ഉണ്ടോ നമ്മളെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ദിസ് DHI കഴിഞ്ഞിട്ടാണ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞത് പ്രിന്റ് ആയത്. അപ്പൊ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും സീക്ക് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാനായിട്ടാണ് ആ സീക്ക് എന്ന് പറയുന്ന സംഗതി പോകുന്നത്. അപ്പൊ എൻഡിൽ നിന്നാണ് സീക്ക് ചെയ്യുന്നതെങ്കിൽ സീക്ക് എൻഡ്, തുടക്കത്തിൽ നിന്നാണ് സീക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ഇവിടെ തുടക്കത്തിൽ നിന്നാണ് സീക്ക് എന്ന് വിചാരിക്കുക. ഇപ്പം തുടക്കത്തിൽ നിന്ന് ഒരു 0 സീക്ക് എന്താണ് തുടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീക്ക് സെറ്റാണ്. സീക്ക് സെറ്റാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബിഗിനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതായത് പോയിന്ററിന്റെ സീക്ക് സെറ്റ് എന്താണ് FP0 സീക്ക് സെറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ബിഗിനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ റീവൈൻഡ് FP എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താലും നമുക്ക് ബിഗിനിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ സീക്ക് സെറ്റ് 0 FP എന്ന്, FP എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫയലാണ് ലോഡ് ചെയ്തിരിക്കുന്നത് ആ ഫയലിന്റെ പോയിന്റർ. രണ്ടാമത് എത്രയാണ് സീക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ സീക്ക് സെറ്റ് എത്രയെന്ന് പറഞ്ഞു. ഇത് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫയൽ എങ്ങനെ വരും? ആഫ്റ്റർനൂൺ കണ്ട ആ ഒരു സാധനം പോയിട്ടില്ല, പഴയത് പോയിട്ടില്ല. കാരണം നമ്മൾ ആദ്യം ചെയ്തത് ദിസ് ഇസ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് ദിസ് ഇസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞ് ടെസ്റ്റ് ഫയലിനകത്തുള്ള സംഗതി റിമൂവ് ചെയ്യാം.
അടുത്ത സീക്ക് സെറ്റ് ഒരു 5 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. 5 ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 1 തുടക്കത്തിൽ നിന്ന് 5 കഴിഞ്ഞിട്ട് ബാക്കി ആദ്യം ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തിട്ട് ആ പ്രിന്റ് ചെയ്യുമ്പോൾ കഴ്സർ ഏറ്റവും ലാസ്റ്റ് ഒന്ന് കിടക്കും. അതിനെ സീക്ക് സെറ്റ്, അതായത് തുടക്കത്തിൽ നിന്ന് 5 കഴിഞ്ഞിട്ട് കൊണ്ടുവരിക. അപ്പൊ ഇതിന് ദിസ് ഈസ് മോർണിംഗ് എന്ന് പറഞ്ഞ് ആ ഫയലിനകത്ത് പ്രിന്റ് ചെയ്തിട്ട് 1 2 3 4 5 കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ പിന്നെ ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞായിരിക്കും അത് പ്രിന്റ് ആവുന്നത്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ആഫ്റ്റർനൂൺ കണ്ടോ, ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. അതുപോലെ അതൊരു 30 പോയി കഴിഞ്ഞാൽ ഒരുപാട് സീക്ക് ആയിട്ട്. അപ്പൊ അങ്ങനെ കറണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് പൊസിഷൻ ഒന്ന് സീക്ക് ആവാനുള്ള ഇത്. അപ്പൊ ഇതിനെയാണ് എഫ് സീക്ക് സെറ്റ് 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തിലുള്ള ഇതിലോട്ട് കൊണ്ടുവരും. ഏറ്റവും തുടക്കത്തിലുള്ള ഒരു ഇതിലോട്ട് കൊണ്ടുവരും. അപ്പൊ ഇത് അല്ലെങ്കിൽ നമുക്ക് എഫ് സീക്ക് സെറ്റിന് പകരം നമുക്ക് റീവൈൻഡ് എന്ന് പറഞ്ഞ് മാത്രം കൊടുത്താലും മതി. സീക്ക് സെറ്റ് 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് പകരം. അപ്പൊ ഇത് തുടക്കത്തിൽ ആ ഒരു അതായത് റീഡ് ചെയ്യുന്ന പൊസിഷനാണ്, നമ്മുടെ കണ്ണിന്റെ പൊസിഷനാണ്. നമ്മൾ റീഡ് ചെയ്യുന്നത് കണ്ണിനിങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ റീഡ് ചെയ്ത് പോകില്ലേ, നമ്മൾ തിരിച്ചത് കൊണ്ടുവരുന്നതാണ് സീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സീക്ക് തുടക്കത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സീക്ക് സെറ്റ് തുടക്കത്തിൽ നിന്ന് 0 പോയിന്റ് സീക്ക് ചെയ്ത് കൊണ്ടുവരിക, അതായത് ഏറ്റവും തുടക്കത്തിൽ കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് FP0 സീക്ക് സെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ കൊടുക്കുക. ഇപ്പൊ റീവൈൻഡ് എന്ന് പറയുന്ന സംഗതി എന്താണ് യൂസ്ഫുൾ, എന്താണ് ഇതിന്റെ യൂസ് എന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ സീക്ക് സെറ്റ് ഈ റീവൈൻഡ് യൂസ് ചെയ്യില്ലെന്ന് വിചാരിക്കും. ആദ്യം നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്തു. എഫ് ഓപ്പൺ ടെസ്റ്റ് ഫയലിൽ നമ്മൾ റീഡ് മോഡിൽ റീഡ് ചെയ്തു. ടെസ്റ്റ് ഫയലിനകത്ത് എന്താ ഉള്ളത്? ദിസ് ഇസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ സംഗതിയാണ് ഉള്ളത്. ടെസ്റ്റ് ഫോറിൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ ഒരു തവണ റീഡ് ചെയ്തു, ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എടുത്തു. എന്നിട്ട് അതിനെ കൺസോളിൽ പ്രിന്റ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ അതേ സാധനം തന്നെ പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുവാണ്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്തത്. എല്ലാം ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് വരുന്നത് ഒരുവിധം. അപ്പൊ ഈ രീതിയിൽ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമുക്ക് എഫ് റൈറ്റ് എഫ് റീഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്, കാരണം മെമ്മറി എഫിഷ്യന്റ് ആണ്. കാരണം ഒരു ക്യാരക്ടർ മതി നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട്. അതിന് നമുക്ക് എഫ് റൈറ്റും എഫ് റീഡും നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ. എന്തായാലും എന്താ ഇവിടെ ചെയ്തു തന്ന ഫയല് പോയിന്റർ ഉണ്ടാക്കി ആ പോയിന്ററിനകത്ത് test.r എന്ന് പറയുന്ന സംഗതി ലോഡ് ചെയ്തു. പിന്നെ നള്ളല്ല, റീഡ് മോഡൽ ആയതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ചെക്ക് ചെയ്ത്, കാരണം ഇത് സംഗതി ഇല്ലെങ്കിൽ ഓപ്പൺ ആവത്തില്ല. അടുത്തിന് വൈൽ ലൂപ്പിനകത്ത് കയറി ക്യാരക്ടർ ആയിട്ട് റീഡ് ആവും. ആദ്യം ടി ആണ്, കാരണം ടെസ്റ്റ് ഫയലിന്റെ ആദ്യം ടി ആണ്, ദിസ് ഈസ്. അടുത്ത് എച്ച് ഉണ്ടാ, ടി പ്രിന്റ് ആയി, അടുത്ത് എച്ച് പ്രിന്റ് ആവും. അങ്ങനെ കംപ്ലീറ്റ് പ്രിന്റ് ആവും. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ കംപ്ലീറ്റ് പ്രിന്റ് ആയി. ദിസ് ഈസ് ആഫ്റ്റർനൂൺ ഒരു എൻ്ററും കൂടെ ഉണ്ട്, ഒരു എൻ്ററും കൂടെ പ്രിന്റ് ആയി. ദിസ് ഈസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ആയി. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പ്രിന്റ് ആക്കാൻ നോക്കുകയാണ്. ഉണ്ടോ, ഇവിടെ നമ്മൾ പ്രിന്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ പ്രിന്റ് ആക്കാൻ നോക്കുമ്പോഴുള്ള പ്രശ്നം, ഇതിപ്പോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ CH എന്താ വരുന്നത്? -1 വരുന്നത്. കാരണം അത്രയും വേർഡ്സ് റീഡ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്തായി നമ്മുടെ, അതായത് കഴ്സർ എവിടെയായി? ഇപ്പൊ ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഗതി ഇതിങ്ങനെ റീഡ് ചെയ്ത് ഇവിടെ ഒന്ന് കിടക്കുക. ഇതിന്റെ അപ്പുറം എന്താണ്? -1 ആണ്, അതായത് എൻഡ് ഓഫ് ഫയലാണ് ഇതിന്റെ അപ്പുറത്തെ ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിനെ റീഡ് ചെയ്യും. അടുത്ത തവണ വീണ്ടും ഒന്നുകൂടെ അതിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്തെ ക്യാരക്ടറാണ് റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു സംഗതി പ്രിന്റ് ആവത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ആദ്യമേ അത് എക്സിറ്റ് ആവും. ഇപ്പൊ ദിസ് ഈസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു തവണ പ്രിന്റ് ചെയ്തു, വീണ്ടും ഒന്നുകൂടെ ആദ്യം തന്നെ പ്രിന്റ് ചെയ്യണം. ഒന്നുകൂടെ അതിനെ പ്രിന്റ് ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ കൊണ്ടുപോയിട്ട് വീണ്ടും പ്രിന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് പകരം നമ്മൾ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ബ്രേക്ക് ആവും, എക്സിറ്റ് ആവും. അതായത് ദിസ് ഈസ് ആഫ്റ്റർനൂൺ ഒന്നുകൂടെ പ്രിന്റ് ആവത്തില്ല. അത് ഒന്നുകൂടെ റീഡ് ചെയ്ത് പ്രിന്റ് ചെയ്യണമെങ്കിൽ FSEEK എന്ന് പറയുന്ന ഒരു സംഗതി യൂസ് ചെയ്യണം. ഇനി FSEEK യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. ഇപ്പൊ FSEEK അല്ലെങ്കിൽ റീവൈൻഡ് FP എന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ തവണ നമുക്ക് പ്രിന്റ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് പ്രിന്റ് ചെയ്യുവാണ് ആദ്യത്തെ തവണ.
ഈ ഒരു വൈൽ ലൂപ്പിനകത്ത് കയറിയിട്ട് ആ ക്യാരക്ടർ ബൈ ക്യാരക്ടർ റീഡ് ചെയ്ത് ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് എന്ത് ചെയ്യുവാണ്, പ്രിന്റ് ചെയ്യുവാണ്. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റീവൈൻഡ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അടുത്ത വൈൽ ലൂപ്പ് വരുമ്പോൾ അടുത്ത CH1 കയറുന്നത് -1 ആയിരിക്കും. ഇവിടെ -1 കിടക്കുന്നത്, അടുത്തത് -1 ആയിരിക്കും കയറുന്നത്. അത് എഫ് ഗേറ്റിൽ നിന്ന് റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ -1 ആയിരിക്കും. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സംഗതി ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും കീ വന്നു. അതായത് ഏറ്റവും ആദ്യം പോയി സീക്ക് ചെയ്ത് ഏറ്റവും ആദ്യം പോയി. ആദ്യത്തെ തവണ ക്യാരക്ടർ ബൈ ക്യാരക്ടർ ആയിട്ട് റീഡ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് പ്രിന്റ് ചെയ്തിട്ട് റീവൈൻഡ് വരുമ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരും. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഇതിനെ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ഇനി വീണ്ടും ഒന്നുകൂടെ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും റീവൈൻഡ് ഉപയോഗിച്ച് തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു തവണ മാത്രമേ പ്രിന്റ് ചെയ്തുള്ളൂ. 2 തവണ പ്രിന്റ് ചെയ്യും. ദിസ് ഈസ് ആഫ്റ്റർനൂൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിനകത്ത് എന്തായത് ദിസ് ഈസ് ആഫ്റ്റർനൂൺ വരും. എക്സിറ്റ് ആവും. രണ്ടു തവണ വരേണ്ടതാണ്. അതിനകത്ത് റൈറ്റ് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. നോക്കട്ടെ. 6 അതിനകത്ത് റൈറ്റ് ചെയ്യുന്നില്ല. നമ്മൾ അതിനകത്ത് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് വരുമായിരുന്നു. നമ്മളതിൻ്റെ ഇതിപ്പോൾ റീഡ് മോഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. റൈറ്റ് മോഡ് ഉണ്ടെങ്കിൽ R+ ഇട്ടാലും റൈറ്റ് മോഡിൽ വരും. R+ ഇട്ടാലും റൈറ്റ് മോഡിൽ വരും. അല്ലെങ്കിൽ റൈറ്റ് മോഡിൽ വേറൊരു ഫയലിനെ വേറൊരു പോയിന്ററിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ചേഞ്ചസ് വരുത്തണം. എന്തായാലും ഇത് റീഡ് മോഡ് ആയതുകൊണ്ട് റൈറ്റ് ആയിട്ടില്ല. റീഡ് മോഡിൽ നമ്മൾ റീഡ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പ്രിന്റ് ഓഫ് ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്തു. ഇപ്പൊ 2 ആഫ്റ്റർനൂൺ വന്നു. നേരത്തെ നമ്മൾ റീവൈൻഡ് യൂസ് ചെയ്തില്ലെങ്കിൽ ഒറ്റ ആഫ്റ്റർനൂണേ വരത്തുള്ളൂ. കാരണം ഒരു തവണ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ND ഒന്ന് കിടക്കും. അടുത്ത തവണ റീഡ് ചെയ്യാൻ പോകുമ്പോൾ അത് റീഡ് ആവത്തില്ല. അതേസമയം F റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തുടക്കത്തിൽ വന്ന് വീണ്ടും അതിനെ പ്രിന്റ് ചെയ്യും. നമുക്കിപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. എന്താണ്, സീക്ക് സെറ്റ് യൂസ് ചെയ്യാം. FCക്ക് 0 സെറ്റ് യൂസ് ചെയ്താലും തുടക്കത്തിൽ നിന്ന് 0 സീക്ക് ചെയ്തിട്ട് വരിക. F റീവൈൻഡിന് പകരം നമുക്ക് സീക്ക് ഇങ്ങനെ യൂസ് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടക്കത്തിൽ ഒന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ വീഡിയോ കിട്ടിയാൽ നിങ്ങൾ കുറച്ച് സ്പീഡായിട്ട് ആയിരിക്കും ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. സെറ്റ് തുടക്കത്തിൽ സീക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിലും ഇത് ഫുള്ള് ചെയ്യാം, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്താലും 2 തവണ പ്രിന്റ് ആയിക്കോളും. 2 തവണ പ്രിന്റ് ആയിക്കോളും ഇങ്ങനെ ചെയ്താലും. ഇപ്പൊ 6 സെറ്റ് ഇതിന് പകരം നമ്മളൊരു 3 ആണ് കൊടുക്കണമെങ്കിൽ THI വരെ പ്രിന്റ് ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി റീഡ് ചെയ്യുന്നത്. THI കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. THS മോർണിംഗ് എന്ന് പറഞ്ഞായിരിക്കും പ്രിന്റ് ആവുന്നത്. S മോർണിംഗ്, ദിസ് ഇസ് മോർണിംഗ്. തുടക്കത്തിൽ നിന്ന് 3 സീക്ക് ചെയ്തിട്ട് ബാക്കി പ്രിന്റ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് S മോർണിംഗ് പ്രിന്റ് ആയത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ തുടക്കത്തിൽ സീക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ സീക്ക് സെറ്റ് 0 എന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലെങ്കിൽ റീവൈൻഡ് എന്ന് പറഞ്ഞൊരു പ്രത്യേക ഫംഗ്ഷൻ ഉണ്ട്. അതാകുമ്പോൾ ആ F മാത്രം കൊടുത്താൽ മതി. അപ്പൊ അതാണ് റീവൈൻഡ് എന്ന് പറയുന്ന സംഗതി. അതായത് സീക്ക് ചെയ്ത് തുടക്കത്തിൽ കൊണ്ടുപോകാനായിട്ടാണ് റീവൈൻഡ് യൂസ് ചെയ്യുന്നത്. FCക്ക് ആണ്, പക്ഷെ ഇവിടെ റീവൈൻഡ് മാത്രമേ ഉള്ളൂ, F റീവൈൻഡ് ഇല്ല. ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇതിന്. ഇവിടെ റീവൈൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മുകളിൽ F റീവൈൻഡ് എഴുതിയിരിക്കുന്നത്. F റീവൈൻഡ് അല്ല, റീവൈൻഡ് എന്ന് മാത്രമേ ഉള്ളൂ. അത് തുടക്കത്തിൽ ഈ FP എന്ന് പറയുന്ന പോയിന്ററിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഫയലിനെ തുടക്കത്തിൽ കൊണ്ടുപോകാനായിട്ട് എന്നെ കൺട്രോൾ, ആ ഫയലിനകത്തുള്ള കൺട്രോളാണ്, നമ്മുടെ ഇതിന്റെ കൺട്രോൾ അല്ല. ഫയലിനകത്തുള്ള കൺട്രോൾ ഏറ്റവും തുടക്കത്തിൽ കൊണ്ടുപോകാനായിട്ടാണ് റീവൈൻഡ് എന്ന് പറയുന്ന സംഗതി യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ PPT കൊടുത്തിട്ടുള്ള സാധനം. പക്ഷെ PPTയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സിലബസിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അപ്പൊ സിലബസിനകത്ത് ഉള്ള 2 ഫങ്ഷൻസ് ആണ് F റൈറ്റ്, അതുപോലെ തന്നെ F റീഡ്, F EOF. അതിന് വേണ്ടിയിട്ട് ഞാനൊരു PPT ഒരു എന്താണ് സിപ്പ് ഫയലിനകത്ത് ചെയ്തിട്ടുണ്ട്. സിപ്പ് ഫയലിനകത്തുള്ള ഫോൾഡറിൽ ഈ ഫയൽസിനെ പറ്റിയുണ്ട്, ഈ ഓപ്പറേഷൻസിന്റെ നോട്ടുണ്ട്.
ഇതാണ് നമ്മുടെ എഫ് റൈറ്റും എഫ് റീഡും ഒക്കെ ഉള്ള ഫങ്ഷൻസ്. എഫ് ഓപ്പൺ ടെസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക, റൈറ്റ് പ്ലസ്. ഓക്കെ, ഇത് ഒരു ഫയൽ പോയിന്റർ ഉണ്ട്. ഈ ഫയലിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇത് റൈറ്റ് പ്ലസിലാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്താണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത്? ഗെറ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു ടെസ്റ്റ് ഫയൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അതായത് റൺ ടൈമിൽ ഒരു ടെസ്റ്റ് ഫയലിനെ സ്വീകരിക്കും. ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സി ആണ്. ഇത് ക്യാരക്ടർ അറേ ആണ്. ഈ സി എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറേ ആണ്. ബഫർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അറേ ആണ്. അപ്പൊ 2 ക്യാരക്ടർ അറേ ഉണ്ട്. രണ്ടിന്റെയും സൈസ് 100 ആണ്. അതായത് 100 ക്യാരക്ടേഴ്സ് ഈ 2 ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്യാം. എഫ് റൈറ്റും എഫ് റീഡും എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എഫ് റൈറ്റും എഫ് റീഡും. അപ്പൊ എഫ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യാനായിട്ട്, ഫംഗ്ഷൻ റൈറ്റ്. എഫ് റീഡ് എന്ന് പറഞ്ഞാൽ റീഡ് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ചെയ്യുന്നത് file.txt എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയല് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്തു. അതിനകത്ത് റൈറ്റ് ചെയ്തിട്ട് അതിനകത്ത് റൈറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ അതിൽ നിന്ന് റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ചെയ്തത് എഫ് ഫയല് റൈറ്റ് ചെയ്തു. റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് റൈറ്റ് ആയതിനു ശേഷം തുടക്കത്തിൽ കൊണ്ടുപോവുക. എഫ് പി ബഫർ പ്രിന്റ് ബഫർ. നമ്മൾ ഇത് മോണിറ്റർ അല്ല പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. മോണിറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിലാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ആവണമെന്ന് നോക്കാം നമുക്ക്. ഗെറ്റ് സി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഗെറ്റ്സ് സി. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനും, എഫ് റീഡ് എന്ന് പറഞ്ഞാൽ ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് മോണിറ്റർ വഴി ഒരു സ്ട്രിങ് കൊടുക്കും. അതായത് ഒരു ക്യാരക്ടർ അറേ മോണിറ്റർ വഴി കൊടുക്കും. കൊടുത്തതിന് ശേഷം അതിലോട്ട് റൈറ്റ് ചെയ്യും. എഫ് ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ക്യാരക്ടർ വരിക. സീനകത്തുള്ള സംഗതി ഹായ് ഹലോ എന്നൊരു സംഗതിയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ഓപ്പൺ ചെയ്യുവാണ്. ഫയൽ ഓപ്പൺ ചെയ്യുവാണ്. ടെസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുവാണ്. റൈറ്റ് പ്ലസ്, അതായത് റൈറ്റ് ചെയ്യാനും പറ്റും റീഡ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. റൈറ്റ് പ്ലസ്സിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഒരു സ്ട്രിങ്ങിനകത്തുള്ള ഡേറ്റയെ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ സ്ട്രിങ്ങിനകത്തുള്ള ഡേറ്റയെ റൈറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് ആവത്തില്ല. എഫ് ക്ലോസ് കൊടുത്താൽ മാത്രമേ റൈറ്റ് ആവത്തുള്ളൂ. എഫ് ക്ലോസ് കൂടെ കൊടുത്താലേ റൈറ്റ് ആവും. ഇത് റൈറ്റ് ആയതിനു ശേഷം ഒന്നുകൂടെ അതിനെ തുറക്കാമാണ് നമുക്ക്. എഫ് ക്ലോസ് ഒന്നുകൂടെ നമുക്ക് തുറക്കാം. എന്നിട്ട് വീണ്ടും അതിനെ തുറക്കാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. റൈറ്റ് പ്ലസ് അല്ലെങ്കിൽ റീഡ് പ്ലസ്, റീഡ് മോഡിൽ തുറന്നിട്ട് ഇത് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാനിവിടെ ചെക്ക് ചെയ്യുന്നില്ല, കാരണം ഫയൽ എന്തായാലും ഉണ്ടല്ലോ. ഫയൽ ഉള്ളത് കൊണ്ട് ചെക്ക് ചെയ്യുന്നില്ല തൽക്കാലം. നല്ലാണോ അല്ലെന്ന് ചെക്ക് ചെയ്തിട്ട് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ ബാക്കി പ്രൊസീഡ് ചെയ്യാവൂ. പക്ഷെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും അതിനകത്ത് ഉണ്ടാവും. ഇതിന്റെ ആവശ്യമില്ല. എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എന്തായാലും ഫയലിന്റെ പേര് file.txt എന്ന് പറയുന്നതാണ് ഫയലിന്റെ പേര്. ഗെറ്റ്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്.
എഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. ഇപ്പോൾ ഗെറ്റ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രിങ് കൊടുക്കാനായിട്ട് പറ്റും. ഒരു സ്ട്രിങ് നമ്മൾ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഹായ് ഹലോ സ്ട്രിങ് ഗെറ്റ്സ് വഴി നമ്മളൊരു സ്ട്രിങ് സീനകത്ത് സ്റ്റോർ ചെയ്തു. സ്ക്രീനകത്ത് സ്റ്റോർ ചെയ്യാൻ സീനകത്ത് ഒരു ക്യാരക്ടർ അറിയാണ്. ആ ക്യാരക്ടറിനകത്ത് ഹായ് ഹലോ സ്റ്റോർ ചെയ്തു. ആ ഫയലിനെ ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് ഫയലിനെ ഓപ്പൺ ചെയ്തു, ബ്രൈറ്റ് ബോർഡിൽ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അതിലോട്ട് നമ്മൾ സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യുക. അപ്പോൾ സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യാനായിട്ട് സ്ട്രിങ് എത്രയാണ്, സ്ട്രിങ്ങിന്റെ ലെന്ത് കണ്ടുപിടിക്കാനായിട്ടാണ് സ്ട്രിങ് ലെന്ത് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്ട്രിങ്ങിന്റെ ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ +1 കൊടുത്തത് സ്ട്രിങ് ലെന്ത് +/0 ലാസ്റ്റ് വരും. നൾ ക്യാരക്ടറൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഹലോ എന്ന് പറഞ്ഞാൽ 5 വേർഡ് ഉണ്ടെങ്കിൽ 5 1 6 നമ്പേഴ്സ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ സി എന്ന് പറയുന്ന സംഗതി ആണെങ്കിൽ ഹായ് ഹലോ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു /0 കൂടെ ഉണ്ട്. അപ്പൊ എൻഡ് ഓഫ് സ്ട്രിംഗ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് /0 സിസ്റ്റം തന്നെ ചേർക്കുന്നതാണ്. അപ്പൊ നമുക്ക് മൊത്തം സ്ട്രിംഗിന്റെ ലെന്ത് +1 എത്ര, അതായത് ആദ്യത്തത് സ്ട്രിംഗ് ഏതാണോ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്, ഇത് നമ്മൾ ഫംഗ്ഷനിൽ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഈ ഒരു സംഗതി, ഈ ഒരു ക്യാരക്ടർ അറേനെ നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫയലിലോട്ട്, എഫിൽ ലോഡ് ചെയ്തിരിക്കുന്ന file.txt ആണ്, ഇതിലോട്ട് റൈറ്റ് ചെയ്യാനായിട്ടാണ് എഫ് റൈറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഈ സംഗതി ഹായ് ഹലോ ഈ ഒരു സംഗതിനെ നമ്മൾ എന്ത് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എടുക്കുന്ന സംഗതിനെ റൈറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതിന് ഈ സ്ട്രിങ് നമ്മൾ ഗെറ്റ്സി വഴി നമ്മൾ സ്ട്രിങ് സ്വീകരിച്ചു. അതായത് സി എന്ന് പറയുന്ന അറയിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡാറ്റ ഉണ്ട്. ഹായ് ഹലോ എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ആ ഡാറ്റ ഏതിനകത്തുണ്ട്, ഈ സീനകത്തുണ്ട്. ഈ സീനകത്തുള്ള ഫയല്, എന്നിട്ട് നമ്മൾ എന്താ ഈ സീനകത്താണ് ഫയൽ കിടക്കുന്നത്. ഈ നമ്മൾ കൊടുത്ത ഡാറ്റേനെ ഒരു ഫയലിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഫയലിനകത്ത് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകും. നമ്മൾ കീബോർഡ് വഴി കൊടുത്ത ഒരു ഡാറ്റേനെ ഒരു ഫയലിനകത്ത് റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫയലിനകത്ത് റൈറ്റ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫയലിനെ ഓപ്പൺ ചെയ്യുക, റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. കാരണം റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. റൈറ്റ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക. റൈറ്റും റീഡും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ W+ലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇത് file.txt എന്ന് പറയുന്ന ഫയലിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അതിനകത്ത് റൈറ്റ് ചെയ്യാൻ പോകണം. ഈ file.txt എന്ന് പറഞ്ഞ ഫയലിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. എഫ് റൈറ്റിനകത്ത് ഇവിടുത്തെ ഹായ് ഹലോ ഉണ്ട്. സ്ട്രിങ്ങിന്റെ ലെന്ത് C+1 നൾ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതായത് ഫസ്റ്റ് കൊടുക്കേണ്ടത് സ്ട്രിങ്ങിന്റെ ലെന്ത് എത്രയാണോ അത്രയുമാണ്. ഏറ്റവും ലാസ്റ്റ് എത്ര ബൈറ്റ് ഓരോ ഇതും, അതായത് ഓരോ എലിമെന്റും എത്ര ബൈറ്റ് വെച്ചാണ്. അപ്പോൾ ഒരു ക്യാരക്ടർ അറിയാന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. അപ്പോൾ 1 ബൈറ്റ്. പിന്നെ നമുക്ക് ഇൻറ്റീജർ അറിയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തെങ്കിൽ, റൈറ്റ് ചെയ്യാൻ കൊടുത്തെങ്കിൽ നമ്മൾ അതിന് 4 എന്ന് പറഞ്ഞ് കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ സൈസ് ഓഫ് കെയർ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. ഇവിടെ സൈസ് 1 ഒരു സൈസ് ഓഫ് കെയർ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി. സൈസ് ഓഫ് കെയർ എന്നിട്ട് FP എന്ന് നമ്മുടെ പോയിന്റർ. അപ്പൊ ഇത്രയും ടേംസ് ആണ്, ഇത്രയും ആർഗ്യുമെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ എഫ് റൈറ്റിനകത്തുള്ള ആർഗ്യുമെന്റ്സ് ഏത് സ്ട്രിംഗ് ആണോ നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത്, അതായത് ഏത് ക്യാരക്ടർ അറയാണോ നമ്മുടെ ഫയലിനകത്ത് റൈറ്റ് ചെയ്യേണ്ടത്, ആ ക്യാരക്ടർ അറേ തുടക്കത്തിൽ കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് ഏത് ഫയലിലോട്ടാണ് റൈറ്റ് ചെയ്യേണ്ടത് ആ ഫയലിന്റെ പോയിന്റർ ലാസ്റ്റ് കൊടുക്കുക. പിന്നെ തേർഡ് ലാസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇതിനും, ഓരോ എലമെന്റിനും എത്ര ബൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ ക്യാരക്ടർ അറയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ക്യാരക്ടർ അറയാവുമ്പോൾ ആ ക്യാരക്ടർ അറയുടെ എന്ത് വേണം, ക്യാരക്ടർ അറയുടെ സൈസ്, ഒരു ക്യാരക്ടറിന്റെ സൈസ് 1 ബൈറ്റ്. ടോട്ടൽ ഒരു അറയിൽ എത്ര ലെന്ത് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറയുടെ ലെന്ത്, അത് നമുക്ക് ഒരു അറേ നമ്മൾ ഒരു ഫംഗ്ഷനോട്ട് പാസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് അറയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വേണം, അറയുടെ ലെന്തും മസ്റ്റ് ആയിട്ടും വേണം. ഓക്കെ. അപ്പൊ ഇവിടെ എഫ് റൈറ്റ് എന്ന് പറയുന്നത് അത് അവസാനം കാണുമായിരിക്കും, നോക്കട്ടെ. ഇത് എഫ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹായ് ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ആയി. കണ്ടോ, ഹായ് ഹലോ എന്ന് പറഞ്ഞ് പ്രിന്റ് ആകുമ്പോൾ ഇവിടെ എൻഡ് ഓഫ് ഫയൽ ഉണ്ടാവത്തില്ല, അതിന് വേറൊരു വേരിയ ആയിരിക്കും പ്രിന്റ് ആവുക. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഹായ് ഹലോ എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ file.cനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എന്താണോ അത് file.cനകത്ത് സ്റ്റോർ ആയി. പിന്നെ അതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ റൈറ്റ് ചെയ്തു ക്ലോസ് ചെയ്തപ്പോൾ അതിനകത്ത് സേവ് ആയി, file.txt സേവ് ആയി. ഇനി അത് വീണ്ടും റൈറ്റ് ബോർഡിൽ അതേ ഫയൽ തന്നെ ഓപ്പൺ ചെയ്യുവാണ്.
ഓക്കെ, നമുക്ക് വീണ്ടും ഗെറ്റ്സി തുടങ്ങുന്നതാണ്. ഗെറ്റ്സി വെച്ച് തുടങ്ങുന്നത്. ഗെറ്റ്സ് ഇതിനെ നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല. ഇപ്പൊ ഗെറ്റ്സ് ഉപയോഗിച്ച് നമ്മളൊരു സ്ട്രിങ്ങിനെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഗെറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വോയിഡ് കോൺസെപ്റ്റ്, ഒരു അറേ, ഒരു പോയിന്റർ ആണ് എന്ന് പറഞ്ഞാൽ അറേ ആണ്. രണ്ടാമത് സൈസ് എത്ര സൈസാണ്, കൗണ്ട്, പിന്നെ ഫയൽ, ഇത്തരം കാര്യങ്ങളാണ്. അപ്പം മൊത്തം 4 സംഗതി അതിനകത്തുള്ളത്. ഗെറ്റ്സിനകത്ത് എന്ത് വന്നു, ദിസ് ഈസ് ഓക്കെ എന്ന് പറയും. നമ്മൾ ടൈപ്പ് ചെയ്ത സ്ട്രിങ് മോണിറ്റർ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ആ ഫയലിനകത്ത് നമ്മൾ റീഡ് ചെയ്യാൻ പോവാം, നമ്മളത് റൈറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എഫ് റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് റൈറ്റ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ഫയലിനകത്ത് ദിസ് ഈസ് ഓക്കെ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത് ആ സാധനം file.tsനകത്ത് സേവ് ആവും. ഇനി ആ സേവ് ചെയ്ത സാധനം ഇതേ പ്രോഗ്രാം ഉപയോഗിച്ച് റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് റൈറ്റ് കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് റീഡ് ചെയ്യുവാണ്. ഏതിനകത്താണ് റീഡ് ചെയ്യുന്നത്? ബഫർ എന്ന് പറയുന്നതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഇല്ല. ഈ എഫ് പിന്നകത്തുള്ള സാധനം നമ്മൾ ആദ്യം റൈറ്റ് ചെയ്തു. നമ്മളൊരു സാധനം റൈറ്റ് ചെയ്തിട്ട് ആ ഫയലിനെ ക്ലോസ് ചെയ്തു. ഓപ്പൺ മോഡിൽ എന്ത് ചെയ്ത് ഒരു സ്ട്രിങ്ങിനെ നമ്മൾ എടുത്തു. സ്ട്രിങ്ങിനെ നമ്മൾ സ്വീകരിച്ചിട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് റൈറ്റ് ചെയ്തു. ആ സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്തു. എന്നിട്ട് ആ സ്ട്രിങ്ങിൽ സേവ് ചെയ്തു. അത് ഇതിനെ ക്ലോസ് ചെയ്തു. എന്നിട്ട് അതേ ഫയൽ തന്നെ വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുവാണ് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് ആ റീഡ് മോഡിനകത്ത് ഉള്ള സംഗതി നമ്മുടെ ബഫറിനകത്ത് സ്റ്റോർ ചെയ്യുവാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റീഡ് ചെയ്തത് എങ്ങനെയാണ്? വൈൽ 1 ഇട്ടിട്ട് അങ്ങനെ റീഡ് ചെയ്തത്. വൈൽ 1 ഇട്ട് റീഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എഫ് റീഡ് ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഫറിന്റെ എണ്ണം, പിന്നെ രണ്ടാമത് സ്ട്രിംഗ് ലെന്ത് എത്രയാണ്. നമുക്ക് സ്ട്രിംഗ് ലെന്ത് ആൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ str ലെന്ത് c എന്ന് പറഞ്ഞ് കൊടുത്തത്. പക്ഷെ എപ്പോഴും സ്ട്രിംഗ് ലെന്ത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അതിന് 100 എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. 1 FP ഏത് ഫയൽ പോയിന്റ്. ഇപ്പം എഫ് പിനകത്ത് റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിരിക്കുവാണ്. ആ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്ത സാധനത്തിൽ നിന്ന് റീഡ് ചെയ്യണം. ബഫറിനകത്ത് ഇപ്പൊ ഒന്നുമില്ല. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബഫറിനകത്ത് എന്ത് ചെയ്തു? ആ നമ്മുടെ ഫയലിനകത്ത് കിടക്കുന്ന സാധനം ബഫറിനകത്ത് കയറിയിട്ട് അതിനെ പ്രിന്റ് ചെയ്യുക. ദിസ് ഈസ് ഓക്കെ ഉണ്ടോ? അപ്പൊ നമ്മളിവിടെ 2 ഓപ്പറേഷൻസ് ആണ് ചെയ്തത്. ഒന്ന്, നമ്മൾ കീബോർഡ് വഴി ഒരു സംഗതി ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അതിനെ file.tsനകത്ത് സേവ് ചെയ്തതിനു ശേഷം തിരിച്ചതിനെ വീണ്ടും ഒന്നുകൂടെ റീഡ് ചെയ്തു. അപ്പൊ നമുക്കിത് അപ്പൊ ഈ എഫ് റൈറ്റും അതുപോലെ തന്നെ എഫ് റീഡും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗ്ഷനിലോട്ട് നമുക്ക് അല്ലെങ്കിൽ ഒരു ഫയലിലോട്ട് നമുക്കൊരു സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഡാറ്റയെ എടുക്കാനും എഫ് റീഡും അതുപോലെ തന്നെ എഫ് റൈറ്റും വെച്ച് പറ്റും. എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എഫ് റീഡ് എന്ന് വെച്ചാൽ ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടി, ഫയലിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള എഫ് റീഡും എഫ് റൈറ്റും എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ്, നമ്മുടെ ഈ ഫയൽ പോയിന്റേഴ്സിനകത്തുള്ള ഫംഗ്ഷൻസ്. അപ്പൊ എഫ് റൈറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ഫയലിലോട്ട് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റൈറ്റ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് എന്ത് ചെയ്തു? റൈറ്റ് ആയി. എന്നിട്ട് അതിനെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ റീഡ് ചെയ്തിട്ട് ആ റീഡ് ചെയ്ത സാധനം പ്രിന്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ.
ഇതിന്റെ ആവശ്യമില്ല, സീക്ക് സെറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ സീക്ക് സെറ്റ് ഉപയോഗിച്ച് നമ്മൾ അതേ ഫയൽ ക്ലോസ് ആയിട്ടില്ല, ആ ക്ലോസ് ആവാതെ അതിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FCK യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനെ സേവ് ചെയ്തതിന് ശേഷം ആ സേവ് ചെയ്ത ഫയലിനെ ലോഡ് ചെയ്തിട്ട് അതിനെയാണ് റീഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് FCKന്റെ ആവശ്യമില്ലാത്തത്. FCK ആവശ്യം വരും എങ്ങനെയൊക്കെ, നമ്മളിത് ക്ലോസ് ചെയ്തിട്ടില്ല, നമ്മൾ റൈറ്റ് പ്ലസിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ആ റൈറ്റ് പ്ലസിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനെ അപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പകരം നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു, അതായത് നമ്മൾ അതിനെ സേവ് ചെയ്തു. F ഓപ്പൺ, ആദ്യം ഇതിനെ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് സാധനം ഈ ഫയലിനെ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ സാധനം നമുക്ക് കിട്ടിയ സ്ട്രിങ്ങിനെ F റൈറ്റിനകത്ത് സേവ് ചെയ്തു. മൂന്നാമത്തെ സാധനം ആ സേവ് ചെയ്ത സാധനം തിരിച്ച് ഫയലിലോട്ട് കോപ്പി ചെയ്തു, അല്ലെങ്കിൽ അതിനെ ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തു. ഇത് വീണ്ടും അടുത്ത് രണ്ടാമത്തെ തവണ എന്ത് ചെയ്തു, അതേ ഫയലിനെ തന്നെ വീണ്ടും ഒന്നുകൂടെ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തു. റീഡ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ട് ആ റീഡ് മോഡിനകത്തുള്ള ഡേറ്റ ബഫർ എന്ന് പറഞ്ഞ് വേറൊരു അറയിൽ സേവ് ചെയ്തു. വേറെ അറയിൽ സേവ് ചെയ്തിട്ട് ആ ബഫറിനെ പ്രിന്റ് ചെയ്തു. അപ്പൊ ഇത്രയാണ് സംഭവിച്ചത്. അതായത് നമ്മൾ കീബോർഡ് വഴി ഒരു കാര്യം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ആ എൻ്റർ ചെയ്ത് കൊടുത്ത കാര്യം ഫയലിനകത്ത് സേവ് ആയി. ഫയലിനകത്ത് സേവ് ആയതിനു ശേഷം ആ ഫയലിനെ ലോഡ് ചെയ്ത് ആ ഫയലിനകത്തുള്ള ഡേറ്റ എന്ത് ചെയ്തു, ബഫർ എന്ന് പറയുന്ന ഒരു അറയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ട് ആ അറയിലെ പ്രിന്റ് ചെയ്തു. അതായത് സേവിങ്ങും ഉണ്ട്, ആ സേവ് ചെയ്യുന്ന സാധനത്തിൽ ലോഡ് ചെയ്തിട്ട് പ്രിന്റിങ്ങും ഉണ്ട്. രണ്ട് പ്രോഗ്രാമാണ് ഒറ്റയടിക്ക് ചെയ്തിട്ടുള്ളത്. അതായത് സേവ് ചെയ്യുന്ന പ്രോഗ്രാമും ആ സേവ് ചെയ്തിട്ടുള്ള സാധനം എടുത്തിട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമും രണ്ടും ഒന്നിച്ച് ചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. F റൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നത് അതിനകത്ത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉണ്ടാകും നോക്കട്ടെ, ഇതിനകത്ത് ഞാനിത് സംഗതി അയച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഫങ്ഷൻസ് C ഫയൽസ് ഒക്കെ കിടപ്പുണ്ട്. ഇപ്പൊ C ഫയൽസിനകത്ത് ഈ ഒരു PPT ഒക്കെ കിടപ്പുണ്ട്, അറേസിന്റെ PPT ഉണ്ട്. അതിന്റെ ഒരു സിപ്പ് ഫയലാണ് ഞാൻ അയച്ചു തരുന്നത്. അത് നിങ്ങളുടെ ഇതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ കുറച്ച് നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് കുറെ ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് C പ്രോഗ്രാമിന്റെ, അതൊന്നും ആവശ്യമില്ല. അതിനുള്ള സിലബസ് നോക്കിയിട്ട് വേണം അതിന്റെ കാര്യം, അതിനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. C പ്രോഗ്രാമിന്റെ ഹിസ്റ്ററി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് റൈറ്റ് ചെയ്യാനായിട്ട് F റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. റീഡ് ചെയ്യാനായിട്ട്, അതായത് ആ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനുമുള്ള ഫംഗ്ഷൻസ് ആണ് F റൈറ്റും F റീഡും. നമ്മൾ മുമ്പ് ഫസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാം നോക്കി കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ റീഡ് ചെയ്യാം, ക്യാരക്ടർ ബൈ ക്യാരക്ടറാണ് റീഡ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് പകരം F റീഡ് എന്ന് പറഞ്ഞ ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് റീഡ് ചെയ്യാനായിട്ട് പറ്റും. F റീഡ് എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാം. F റീഡ് ബഫർ str ലെന്ത് 1 FP. 1ന് പകരം നമുക്ക് ഇവിടെ വേണമെങ്കിൽ സൈസ് ഓഫ് കെയർ ഇങ്ങനെയും കൊടുക്കാം. സൈസ് ഓഫ് കെയർ അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കമ്പൈലർ മാറുമ്പോൾ സൈസ് ഓഫ് കെയറും മാറും, അല്ലെങ്കിൽ സൈസ് ഓഫ് കെയർ മാറത്തില്ല, സൈസ് ഓഫ് ഇന്റ് ആണെങ്കിൽ അത് മാറും. അപ്പൊ ഇതേ പ്രോഗ്രാം തന്നെ വേറൊരു മെഷീനിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് ഓഫ് ഇന്റ് അവിടെ എന്താണോ അത് തന്നെ ഇവിടെ പോകും. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സൈസ് ഓഫ് കെയർ മോളിലും സൈസ് ഓഫ് കെയർ എത്ര ബൈറ്റ് ആണ്. ഇപ്പൊ ഇതൊരു അറയാണ്, അറേ പോയിന്റർ ആണ്. അപ്പൊ അറേ പോയിന്ററിന്റെ അഡ്രസ് ആണ് ഫസ്റ്റ് F റൈറ്റിനകത്ത് കൊടുക്കേണ്ടത്. രണ്ടാമത് ആ അറേക്ക് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന കാര്യമാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. പിന്നെ ഓരോ എലമെന്റിനും എത്ര സൈസ് ഉണ്ട് എന്നതാണ് മൂന്നാമത് കൊടുക്കേണ്ടത്. നാലാമത് കൊടുക്കേണ്ടത് അതിന്റെ പോയിന്റർ, ഏത് പോയിന്ററിലാണോ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ പോയിന്ററാണ് ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ഏത് സ്ട്രിങ് ആണോ നമ്മൾ ഫയലിനകത്ത് ചെയ്യേണ്ടത് ആ സ്ട്രിങ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. ഇത് റണ്ണിങ് ആണല്ലേ, ഓക്കെ. ഏത് ഫയലാണോ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് അത് ഫസ്റ്റ് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഗെറ്റ്സ് വഴി എൻ്റർ ചെയ്ത സേവ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ്. ഇതാണ് നമ്മൾ ആ റൈറ്റ് ആ എഫ് പിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഫയൽ ഡോട്ട് എസ് എന്ന് പറഞ്ഞ സംഗതിയാണ് എഫ് പിനകത്ത് ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെയ്യേണ്ട അറേ ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. അറേയുടെ എത്ര എലമെന്റ്സ് ഉണ്ട്, str ലെന്ത് C,
അതായത് STR എന്ന് പറഞ്ഞാൽ C+1 എന്ന് പറഞ്ഞാൽ /0 സേവ് ചെയ്യാനായിട്ടാണ് +1 കൊടുത്തിട്ടുള്ളത്. അപ്പൊ /0 ആണ് +1 എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രിങ് ലെന്ത് +1. ഇപ്പൊ ഹായ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് 3 ക്യാരക്ടർ അറേ പോരാ, 4 എണ്ണം വേണം. 3 ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. HAI സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ ബൈറ്റ് വെച്ച് വേണം. അവസാനം /0 സേവ് ചെയ്യാനായിട്ട് ഒരു ഡേറ്റയും കൂടെ വേണം. അപ്പൊ നമുക്ക് മൊത്തം 4 ബൈറ്റ് ആണ് ഹായ് എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പൊ അത് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്, അതായത് അറേയുടെ അഡ്രസ്സ്. രണ്ടാമത് അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്. നമ്മൾ ഏത് ഫംഗ്ഷനിലോട്ട് പോകുമ്പോഴും അറേയുടെ അഡ്രസ്സും അറേയുടെ എത്ര എലമെന്റ്സും എത്രയെന്ന് നമ്മൾ കൊടുത്തിരിക്കണം. പക്ഷെ ഇവിടെ F_write എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ക്യാരക്ടറും കൊടുക്കാം, ഇന്റീജർ അറേയും കൊടുക്കാം, ഏത് അറേയും കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂടെ ക്യാരക്ടറിന്റെ സൈസ് കൂടെ വേണം. നമ്മൾ സാധാരണ F_write എന്ന് പറയുന്നതിന്റെ ആർഗ്യുമെന്റ് നമ്മൾ ഫിക്സ് ചെയ്തിരുന്നത് ക്യാരക്ടർ ആയിരുന്നുവെങ്കിൽ, ക്യാരക്ടർ അറേയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സൈസ് കൊടുക്കേണ്ടി വരത്തില്ല. പക്ഷെ നമുക്ക് ഈ F_write നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ F_write കോസ്റ്റ് വോയിഡ് കണ്ട വോയിഡ് പോയിന്റർ ആണ്, അത് വോയിഡ് അറേയാണ്, സൈസ് T. അപ്പൊ ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ വോയിഡ് വരെ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് സൈസ് ഓഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഇത്ര മനസ്സിലാക്കിയാൽ മതി, പിന്നെ സംഭവമൊന്നുമില്ല അതിനകത്ത്. ഫസ്റ്റ് അറേയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ അറേയുടെ ലെന്ത്, ക്യാരക്ടർ അറേയാണ് കൊടുക്കുന്നത്. അപ്പൊ ക്യാരക്ടർ അറേയുടെ ലെന്ത്, ക്യാരക്ടർ അറേ ഓരോ എലമെന്റ്, ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന്റെ അറേ. അപ്പൊ ഒരു ക്യാരക്ടർ എത്ര സൈസ് ഉണ്ട് അത് മൂന്നാമത് കൊടുക്കുക. നാലാമത് പോയിന്റർ കൊടുക്കുക. ഈ പോയിന്ററിലോട്ടാണ് നമുക്ക് C-നെ കോപ്പി ചെയ്യേണ്ടത്. C എന്ന് പറയുന്ന സാധനത്തെ കോപ്പി ചെയ്യേണ്ടത് ഇതിനകത്താണ്. C-യുടെ ലെന്ത് എന്ന് പറഞ്ഞാൽ STR ലെന്ത് +1. സൈസ് ഓഫ് ക്യാർ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റിന്റെ, അതായത് ആ അറയിലെ ഒരു എലമെന്റിന്റെ ബൈറ്റ് സൈസ്. ഇവിടെ അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് F_read. ഫസ്റ്റ് ഏതിലോട്ടാണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത്, അത് FP-നകത്തുള്ള സാധനം, FP-ന്ന് റീഡ് ചെയ്യാനായിട്ടാണ് F_read യൂസ് ചെയ്യുന്നത്. ഏതിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത് ആ ഫയലിന്റെ കാര്യം ഏറ്റവും ലാസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് കൊടുക്കേണ്ടത് ഏതിലോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് ആ അറേ ആദ്യം കൊടുക്കുക. എന്നിട്ട് സൈസ് ഓഫ് എത്രയാണോ ക്യാരക്ടർ സൈസ് അത് കൊടുക്കുക. സ്ട്രിംഗ് ലെന്ത്, ആ അറേയുടെ ലെന്ത് രണ്ടാമത്. അപ്പൊ അറേയുടെ അഡ്രസ് ആദ്യം കൊടുക്കുക. അറയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ആദ്യം കൊടുക്കുക. ഓരോ എലമെന്റിനും എത്ര സൈസ് ഉണ്ടെന്ന് മൂന്നാമത് കൊടുക്കുക. പിന്നെ നാലാമതായിട്ട് അതിന്റെ പോയിന്ററിന്റെ ഇത് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ F_read എന്ന് പറയുന്ന ഒരു സംഗതി. ഇത്രയും ആണ് F_read, F_write. F_read എന്ന് പറഞ്ഞാൽ ആ ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനായിട്ടുള്ള ഫംഗ്ഷൻ. F_write എന്ന് പറഞ്ഞാൽ ഫയലിലോട്ട് റൈറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഇനി അടുത്ത് ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ട് നിങ്ങളുടെ സിലബസിനകത്ത്, അത് 9-ലാണ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് C== അങ്ങനെ നമ്മൾ ചെയ്തത്. എൻഡ് ഓഫ് ഫയൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് FE_of. എൻഡ് ഓഫ് ഫയൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് FE_of. അങ്ങനെ ഒരു സംഗതി. വൈൽ ലൂപ്പിനകത്ത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ചെയ്ത പ്രോഗ്രാം പോലെ തന്നെയാണ്. ഫസ്റ്റ് ലൂപ്പിനകത്ത് വൈൽ ലൂപ്പിനകത്ത് CH= ഇങ്ങനെ കൊടുത്തു. ഇഫ് CH= എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ കൊടുത്തത്. CH= എൻഡ് ഓഫ് ഫയൽ. CH എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യുക. ഇതെങ്ങനെ മനസ്സിലാന്ന് വിചാരിക്കുന്നു. CH= എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ ബ്രേക്ക് ചെയ്യും. അപ്പൊ വൈൽ ലൂപ്പിനകത്ത് സാധനം കയറിയിട്ട് ക്യാരക്ടറായിട്ട് റീഡ് ചെയ്യും, എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യും. എൻഡ് ഓഫ് ഫയൽ ആകുമ്പോൾ എക്സിറ്റ് ആവും. അപ്പൊ അതിന് പകരം എൻഡ് ഓഫ് ഫയൽ, അതിന് പകരം നമ്മളിവിടെ C== എൻഡ് ഓഫ് ഫയലിന് പകരം end of F E_of FP, അതായത് എൻഡ് ഓഫ് ഫയൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് FE_of. അപ്പൊ ഈ E_of ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് എൻഡ് ഓഫ് ഫയൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മറ്റേ എങ്ങനെ കൊടുത്തത്, ഇഫ് C== എൻഡ് ഓഫ് ഫയൽ. ഇതിന് പകരമാണ് C== എൻഡ് ഓഫ് ഫയലിന് പകരമാണ് FE_of FP എന്ന് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ, അപ്പൊ അതാണ് എൻഡ് ഓഫ് ഫയൽ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട്. അത് ഇപ്പം നിൽക്കുന്ന പൊസിഷൻ എൻഡ് ഓഫ് ഫയലിലാണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FE_of എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് FE_of യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CH-ലോട്ടൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. FCAT ഉപയോഗിച്ച് CH-ലോട്ട് കൊടുക്കാതെ തന്നെ
ക്യാരക്ടറോട് കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എൻഡോ ഫയൽ ആണല്ലോ ഇത് ചെക്ക് ചെയ്യാനായിട്ടാണ് എഫ് ഇ ഓഫ് ഈക്വൽ ടു എഫ് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്. അത് നേരത്തെ പഠിപ്പിച്ച് പോയതാണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നേരത്തെ പഠിപ്പിച്ചതാണ്. അത് അതിന്റെ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി മിക്കവാറും റെമഡിയൽ ക്ലാസ്സേ കാണത്തുള്ളൂ. റെമഡിയൽ ക്ലാസ്സിന് എല്ലാ സ്റ്റുഡന്റും വരുമോ അതാ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ കയറുള്ളൂ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയാണ് നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് സി ഫയൽസിനകത്ത് കാര്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യമുള്ള ഡേറ്റയൊക്കെ സി ഫയൽസിനകത്തുണ്ട്. സ്പ്രിന്റ് എഫ്, സ്കാൻ എഫ്, അതിന്റെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഈ പ്രോഗ്രാംസ് നിങ്ങൾക്ക് സുഖമായിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ സി പ്രോഗ്രാം ഓൺലൈൻ എന്ന് പറഞ്ഞ് വെറുതെ അടിച്ചു കൊടുത്താൽ മതി. സി പ്രോഗ്രാം നിങ്ങൾ ഓൺലൈൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഓൺലൈനായിട്ട് മൊബൈലിലാണെങ്കിലും കിട്ടും നമുക്ക് ഈ ഒരു സൈറ്റ്. ആ സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ചെയ്താൽ ഇതിനകത്ത് ഫയൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലാത്ത ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. കോപ്പി ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അത് വന്നോളും. അതിൻ്റെ ഔട്ട്പുട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫയലിനകത്ത് ആവശ്യത്തിലധികം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ആ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾ. അതുപോലെ ഇനിയിപ്പം ബിറ്റ് വൈസ് ഓപ്പറേറ്റർ അടുത്ത് ക്ലാസ്സിലായിരിക്കും അതിനകത്തുള്ളത്. അതിനകത്ത് ഞാൻ ഒരു സൈറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനൊരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഭാഗം. അപ്പൊ ഇതിന് ആഡോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ആണ്. ആൻഡ് ആണെങ്കിൽ രണ്ട് സീറോയും തമ്മിൽ 0 0 0 ആവും. മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 വരും. ആൻഡ് ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ 1 വരും. അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ്. നിങ്ങൾ ബൈനറി ഇത് അങ്ങനത്തെ ഒരു സംഗതിയാണ്. വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കാനുണ്ട് സംഗതി. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ സാധ്യത വളരെ കുറവാണ്. എക്സോർ 0 1 1 സെയിം ആണെങ്കിൽ 1 വരും, ഡിഫറെന്റ് ആണെങ്കിൽ 0 വരും. അപ്പൊ അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അത് അതിന്റെ പ്രോഗ്രാംസും തന്നിട്ടുണ്ട്. നമുക്ക് കോപ്പി ആവുന്നതേ ഉള്ളൂ ഈ പ്രോഗ്രാംസ്. എങ്ങനെ വർക്ക് ആവുന്നൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ. എന്തായാലും സമയം കഴിഞ്ഞു പോയി. നമ്മുടെ ചാപ്റ്റർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്.